ജയിൽ പുള്ളികൾക്ക് ഇപ്പോൾ ശമ്പളം 63 രൂപയിൽ നിന്ന് 560 രൂപ ആക്കിയ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. 10 മടങ്ങാണ് കൂട്ടിയിരിക്കുന്നത്. സമ്മതിച്ചു കൊടുക്കണം. തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളുടെ കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലത്ത് കിടന്ന പണിയാണ്. അവരൊരു കുടുംബം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട് കൊണ്ട് പണിക്ക് പോകുന്നവരാണ് അവർക്ക് കിട്ടുന്നത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 536 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. എന്നാൽ ഇവിടെ ഈ പറയുന്ന ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മുടെ മുഖ്യം പറയുന്ന കാര്യം കേട്ടു നോക്കണം. അതാണ് പറയുന്നത്, ഇങ്ങനെ വേണം മുഖ്യൻ. ജയിൽ പുള്ളികളോട് ഇത്ര സ്നേഹം അവർക്കുണ്ടെന്നുള്ള കാര്യം ഓർക്കുമ്പോഴുണ്ടല്ലോ പുളകിതരാകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പൊ ജയിലിലേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വെളിയിലുള്ളതിനെക്കാട്ടിലും കൂലി ജയിലിലുണ്ടെങ്കിൽ സുഖമല്ലേ. നല്ല ചാപ്പാടും തിന്നാം, മട്ടൻ തിന്നാം, ഇറച്ചിക്കറി തിന്നാം, അതോടൊപ്പം തന്നെ ഇങ്ങനെ ശമ്പളവും 560 രൂപയുണ്ട് ശമ്പളം. ഇതിന് മുഖ്യം പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റവാളികളുടെ മാനസിക ആരോഗ്യവും അവരുടെ അന്തസ്സും നോക്കണമെന്നാണ് പറഞ്ഞേക്കണേ. സമ്മതിക്കണം, ഇതുപോലൊരു മുഖ്യൻ വേറെ ഉണ്ടാകത്തില്ല. കാരണം കുറ്റവാളികളുടെ അന്തസ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരെയും ജയിലിലോട്ട് വിടാതിരുന്ന പോലെ ഇത്ര അന്തസ്സുള്ളവരെ, ഈ കുറ്റവാളികളൊക്കെ അന്തസ്സുള്ളവരാണെങ്കിൽ ഇവരെ ജയിലിലേക്ക് വിടരുത്. എന്തിനാണ് ഇപ്പൊ ഈ ശമ്പളം കൂട്ടിയേക്കുന്നത് ജയിലിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ പാർട്ടിയിലുള്ളവരൊക്കെ ഇപ്പം ഈ ജയിലിലേക്ക് പോകുന്നത് കൊണ്ടാണോ ശമ്പളം കൂട്ടിയതെന്ന് പൊതുവെ ജനങ്ങൾ കുറച്ച് പറയുന്നുണ്ട് കേട്ടോ. ജനങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അവർ പറയുന്നതാ. അതൊന്നും മുഖ്യം കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. മുഖ്യം കാണിച്ചത് സൂപ്പർ സാധനമാണ്. റോൾ മോഡൽ ആക്കാം. ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ മുഖ്യനാണ്. കാരണം ഇവിടെ യുവാക്കളുടെ അന്തസ്സും യുവാക്കളുടെ മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ യുവാക്കൾക്ക് പൈസ ഉണ്ടോ, കൊടുക്കുന്നുണ്ടോ, കിട്ടുന്നുണ്ടോ, അന്തസ്സോ ഒന്നും നോക്കുന്നില്ല. അവർക്ക് തൊഴിലുണ്ടോ എന്ന് പോലും നോക്കുന്നില്ല. പക്ഷെങ്കിൽ ജയിലിൽ കിടക്കുന്ന ജയിലിലെ കുറ്റവാളികൾക്ക് അന്തസ്സുണ്ടോ എന്ന് നോക്കുന്ന മുഖ്യമന്ത്രി നമോവാദം.